ഞാൻ പഠിച്ചു വന്നപ്പോഴത്തേക്ക് ഈ ഖുറാനൊക്കെ പഠിച്ചത് ഞാൻ മനസ്സിലായെന്നറിയോ, ഏറ്റവും നല്ല പൂജ എന്താണെന്നറിയോ? ഇങ്ങനെയുണ്ടോ വൃത്തികെട്ടവന്മാർ? പാവപ്പെട്ടവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക, അതാണ് ഏറ്റവും നല്ല പൂജ. എനിക്ക് എന്റേതായ മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു കിങ്ഡം ഉണ്ടാക്കണം. എന്റെ അമ്മോ, ആലോചിച്ചിട്ട് തന്നെ ടെൻഷൻ ആവുന്നു. ഇത് വെറും വേസ്റ്റ്. അല്ലാതെ ആ പൂജ ഈ പൂജ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തേങ്ങ ഉടക്കല്, അത് ഉടക്കല്, അവിടെ പോയി കൊറേ 10 പാക്കറ്റ് തിരി കത്തിച്ചു. പണം ദൈവത്തിന് ഈ പരട്ടത്തലയിൽ ഇത്രയും കുരുട്ട് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഒന്നും വേണ്ട. നമ്മള് ഏറ്റവും ചെയ്യേണ്ടത് ആഹാരം മേടിച്ചു കൊടുക്കുക, രോഗികളെ സഹായിക്കുക. അതാണ് സന്തോഷായി. അതൊക്കെയല്ലേ വേണ്ടത്. രോഗികളെ ഒന്ന് പോയി സന്ദർശിക്കുക. നിങ്ങൾക്ക് പൈസ ഇല്ലേ, അവരൊന്ന് പോയി കാണുക. കാണേണ്ട സിറ്റുവേഷൻ ആണെങ്കിലേ പോയി കാണുക. ചിലർക്ക് ബുദ്ധിമുട്ടാവും, അവര് വയ്യാണ്ട് കിടക്കുമ്പോ മിണ്ടാനൊന്നും പറ്റില്ല. പിന്നെ സന്ദർശിക്കുക മാത്രമല്ല, പറ്റുമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായങ്ങളോ, നമ്മൾ എന്തായാലും പോയ സ്ഥിതിക്ക് നിങ്ങൾ അവർക്ക് ഫ്രൂട്ട്സ് കൊണ്ടു കൊടുക്കുക. പക്ഷെ ഫ്രൂട്ട്സ് ആണ് ഏറ്റവും നല്ലത് രോഗികളെ കാണാൻ പോകും. ഓഹോ, അങ്ങനെയാണല്ലേ? അങ്ങനെയല്ലേ? ഇല്ലെങ്കിൽ കുറച്ച് ക്യാഷ് അവർക്ക് ബില്ലൊക്കെ ഒത്തിരി ആവും. അപ്പൊ ഒരു കവറിലിട്ട് എന്തെങ്കിലും അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും വലിയ പൂജ. വാർദ്ധക്യത്തിലിരിക്കുന്ന അപ്പനെ അമ്മയൊക്കെ ഒന്ന് പോയി കാണുക. പിന്നെ ഒത്തിരി പ്രായം ചെന്ന വൃദ്ധന്മാരായ അവർക്കുണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് പോയി അവരോടൊക്കെ ഒന്ന് സന്തോഷമായിട്ടിരിക്കുക. അവരുടെ അവസാനം ഇത് കുറച്ച് സമയമുള്ളൂ. ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ. എനിക്കൊരു കേടുമില്ല, കുട്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയോ? പിന്നെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചേക്കുന്ന ഏറ്റവും വലിയ പുണ്യം ഏതാണെന്നറിയോ? പുഞ്ചിരി. പുഞ്ചിരി കിട്ടി. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കിട്ടിയതാ എന്റെ അമ്മ. യെസ്, പുഞ്ചിരിയും ഏറ്റവും വലിയ ദാനധർമ്മമാണ്. അയ്യോ, നമ്മൾ ആരെ കണ്ടാലും ചിരിക്കണമെന്നാ. പുഞ്ചിരിക്ക് ഭയങ്കര അനുഗ്രഹമുണ്ട്, ഭയങ്കര വിലയുണ്ട്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. സത്യം. അതെ. എങ്ങനെ ഇരിക്കണം? അപ്പൊ ആരെ കാണുവാണെങ്കിലും സത്യം ഞാൻ ഇതൊക്കെ കുറച്ച് നേരത്തെ അങ്ങ് പഠിച്ചു പോയതുകൊണ്ട് ഈ കാക്കമധുവിനെ കുറിച്ച് നാട്ടിലൊക്കെ ചോദിച്ചാൽ അറിയാം. കുറച്ച് നേരത്തെ അങ്ങ് പഠിച്ചു പോയതുകൊണ്ട് ശത്രുക്കളെ കണ്ടല്ലോ അറിയാതെ. എനിക്ക് എന്താണ് ഒരു കുറവ്? എനിക്ക് കുറവേ ഉള്ളൂ, കൂടുതലില്ലാന്ന്. ഇപ്പൊ സപ്പോസ് ഞാൻ ലിഫ്റ്റിൽ പെട്ടെന്ന് കയറുക, അപ്പൊ ഞാൻ വലിയ ഒരു നല്ല ഇതല്ലാത്ത ഒരാളാന്ന് വിചാരിച്ചു. എന്നാലും ലിഫ്റ്റ് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറത്തെ ഒരാളെ കാണുമ്പോ ഹായ് അങ്ങനെ ആയിട്ടുണ്ട്. അല്ല സാറേ, ഈ പ്രേതത്തിനെ എനിക്കൊന്ന് കാണാൻ എന്താണ് ഒരു മാർഗം? ഞാൻ ഒഴിച്ച് വേറെ ആർക്കും കാണാൻ പറ്റില്ല, അതല്ലേ എന്റെ പ്രശ്നം. അപ്പൊ പിന്നെ അതിങ്ങനെ ഒന്നും വലിയ പിണക്കൊന്നുമില്ല. എന്നാലും അങ്ങനെ അറിയാതെ ആണെങ്കിലും അപ്പൊ എല്ലാരും അറിയത്തില്ലാത്ത ആൾക്കാരെ ആണെങ്കിലും കാണുമ്പോ അത് നമ്മുടെ ഇന്ത്യയിലല്ല വെസ്റ്റേൺ കൺട്രിയിൽ പോയ എന്തൊരു നല്ലൊരു ആചാരം അവിടെ നിന്ന് അറിയാം. എല്ലാ സായിപ്പന്മാരും മദാമ്മമാരും ഒക്കെ കണ്ട ഹായ് ഹലോ അമ്മച്ചിമാരും അപ്പച്ചന്മാരും. ഞാൻ ആസ്ട്രേലിയയിൽ പോയി. ആസ്ട്രേലിയയിൽ പോയ കാര്യം എനിക്കിപ്പോ നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, അവിടുത്തെ മനുഷ്യരെന്ന് വെച്ചാൽ അവിടെ ഓട്ടോറിക്ഷ ഇല്ല. അവിടുത്തെ മനുഷ്യര് കൂടുതൽ നടക്കുന്നതാണ് അവർക്കിഷ്ടം. അതെ അതെ, അതാണ് അതിനൊരു ശരി. വേണ്ട ഒരു പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു, അവർക്ക് അവരുടെ ആരോഗ്യമാണ് വലുത്. അവിടെ ഭാര്യയും ഭർത്താവും വടി കുത്തിപ്പിടിച്ചാണ് അവര് മെട്രോയിൽ പോണത്. അവർക്ക് കണ്ണും ചെവിയൊന്നും കേൾക്കാൻ പറ്റില്ല, എല്ലാം മുതുക്ക് കിളവികളല്ലേ. ഇവിടെ നമ്മുടെ അപ്പനും അമ്മയ്ക്ക് എങ്ങനെ പോണേ? അവര് കുറെ വയറും കാണും, കൊളസ്ട്രോളും ഷുഗറും, എന്നിട്ട് നടക്കത്തുമില്ല, ഓട്ടോറിക്ഷയിലും കയറി. അങ്ങനല്ല, അവര് നടക്കാൻ അവിടത്തൊക്കെ നടക്കണം. അപ്പൊ അവര് കപ്പിൾസ് ആയിട്ട് ഞാൻ അവിടെ ആസ്ട്രേലിയ പോയപ്പോ എന്തോരം വൃദ്ധ കപ്പിൾസ് ആണെന്നറിയോ, ഹാപ്പിയായിട്ട് നടന്നു പോകണം. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. പിന്നെ അവിടുത്തെ കുട്ടികൾക്ക് കൂടുതലും അവിടെ ബൈക്കൊന്നുമില്ല, കൂടുതലും സൈക്കിളാ. എന്തോരം കുട്ടികൾ സൈക്കിൾ ഓട്ടി പോണെന്നറിയോ? അയ്യോ സമ്മതിച്ചു സാറേ. പിന്നെ വേറെ എനിക്ക് എടുത്തു പറയാനുള്ളത് തന്നെ വെപ്രാളം കാണിക്കാതെ, നിനക്കിനി നേരം കിടക്കയില്ലേ?
എനിക്ക് അവിടെ നിന്ന് പനി വന്നു. പനി വന്നത് എന്റെ അഹങ്കാരം കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര തണുപ്പായിരുന്നു. അപ്പൊ അപ്പൊ പുള്ളിയോട് പറഞ്ഞു മിനു സെറ്റ് ഇടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹലോ ഐ എം ഫ്രം ഇന്ത്യ, ഞങ്ങൾക്ക് തണുപ്പൊന്നും അങ്ങനെ ഏക്കത്തില്ല എന്ന് പറഞ്ഞ്. അപ്പൊ തമാശ പറയാതെ എടുത്തിടാൻ പറഞ്ഞു. എനിക്ക് വേണ്ടതല്ലേ പറയാം, എനിക്ക് ഇതൊന്നും വേണ്ട, സെറ്റർ ഒന്നും വേണ്ട. ഞാൻ കൂടുതൽ തുള്ളി ചടി 3 മണിക്ക് ഇറങ്ങിയത്. അവിടെ 7 മണി ആയപ്പോഴത്തേക്ക് അതെ ലേഹ്യം വാങ്ങി കഴിക്കുക, അല്പ കുറവ് കിട്ടും. അല്ല ഭ്രാന്തിന് കഷ്ടപ്പെട്ടോക്ക് വെറുതായല്ലോ. ഇത് ഹോസ്പിറ്റലാ ശ്മശാനമാ? അതായത് ഓസ്ട്രേലിയയിൽ നിന്നല്ല, നമ്മുടെ ഇന്ത്യ വിട്ട് എന്ത് രാജ്യത്ത് പോയാലും അവിടെ ഹോസ്പിറ്റലിൽ രോഗികളില്ല. ഒരു മര്യാദ വേണ്ടേ? എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി ഇരിക്കുവാ. ചീട്ടൊക്കെ എടുത്തു. പിന്നെ അവിടെ വന്നിരുന്നപ്പോഴത്തേക്കും ഈ ഡോക്ടറുടെ റൂമിൽ നിന്ന് ഒരപ്പച്ചൻ ഇങ്ങനെ ഇറങ്ങി പോണു. ഇറങ്ങി നേരെ റിസപ്ഷനിൽ പോകുന്നു. ഫയലും കൊണ്ടാ പോണേ. ഫയലും കൊണ്ട് പോയി ഫയൽ അവിടെ കൊണ്ടു കൊടുക്കണു. പിന്നെ തിരിച്ചു വരുന്നു, അകത്തോട്ട് പോണു. എന്ത് രസായിരിക്കൂലേ. ഒരു 70 ദിവസമാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു മിനു മുനു എന്ന് വിളിച്ചു. ഞാൻ യെസ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചേ ഓ അറ്റൻഡർ ആയിരുന്നല്ലേ. അപ്പൊ ഞാനിങ്ങനെ ചെന്നു. ഞാൻ മുന്നേറിയുടെ അകത്തോട്ട് കയറി ചെന്നു. എന്തൊക്കെ ഇയാൾ ഓടിപ്പോട്ട് ഡോക്ടറുടെ കസേരയിൽ ഇരിക്കുന്നു. ഡോക്ടറാണോ അത്? ആ ഡോക്ടറായിരുന്നു. എന്നോട്ട് വിശ്വാസമില്ലേ? ഇല്ല ഒട്ടുമില്ല. ഫയല് വരെ ഈ ഡോക്ടർമാരാണ് കൊണ്ടുപോയി റിസപ്ഷനിൽ കൊണ്ടു കൊടുക്കുന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാ. അവരുടെ ഹെൽത്ത് നോക്ക്. ഇവനാ അവനില്ലാത്ത പ്രശ്നം നിനക്ക്, അവൻ ഹാപ്പിയാണ്. അപ്പൊ ഈ ഡോക്ടറെ കണ്ടപ്പോ എന്റെ പനി പോയി. അത് ശരി, അത്രേ ഉള്ളൂ. ഈ ഡോക്ടർ 70 വയസ്സുള്ള ഡോക്ടറിന് നടപ്പ് കണ്ടില്ലേ? ഞാൻ വിചാരിച്ചാട്ടെ പാവിയ ഞാൻ രോഗമാണേ. നീ ഇത് തൽക്കാലം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. എപ്പോഴോ ഞാനിവിടെ വന്നപ്പോ ഈ നജാത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോഴും ചെറിയ പേര് ഡോക്ടറെ പനി എന്ന് പറയും. ഡോക്ടർ 2 വഴക്ക്, മേലിൽ ഇങ്ങോട്ട് പനിയായിട്ട് വന്നേക്കരുത്. കുറെ നേരം സഹിക്കണു ഈ കോമാളി വേഷം. ഒരു തൊപ്പിയും ചെയിനും കമ്മലും. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ ടെമ്പറേച്ചർ ഉണ്ടാവും. അത് ഞാൻ ടെമ്പറേച്ചർ ആയിട്ട് കാണുക. പറഞ്ഞാൽ അതൊരു അസുഖമായിട്ട് കാണരുത്. ആ പേടിപ്പിച്ചതിന് ശേഷം പിന്നെ എനിക്ക് പനി വന്നിട്ടില്ല. അപ്പൊ മൂലം തിരുന്നാൾ വലിയ ക്യാമറ ആണില്ലേ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ? ഈ മുസ്താൻ അങ്ങനെ കേട്ടി തന്നാലുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പൊ മതിയുടെ എനിക്ക് ഈ കാല്. മൈൻഡാണ്, നമ്മുടെ മൈൻഡാണ്. നമുക്ക് എപ്പോഴും ഒരു വിൽ പവർ ഉണ്ടായിരിക്കണം. നമുക്ക് അങ്ങനെ ഒന്നും അസുഖം നമുക്ക് വരുന്നത് ചെറിയൊരു പനിയോ വന്ന് അതിനൊക്കെ നമ്മൾ തരണം ചെയ്യണം. നമ്മൾ കിടക്കരുത്. ഇവിടെ ഞാൻ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല കപ്പിൾസ് ഒരുമിച്ച് നടക്കുന്നത്. ഇവിടെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. എല്ലാരും ഇങ്ങനെ ടാക്സിയിലൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവിടെയൊക്കെ വന്ന് നോക്കുമ്പോ ഇങ്ങനെ മെട്രോയിലൊക്കെ ഇങ്ങനെ ഹസ്ബൻഡും വൈഫൊക്കെ യാത്ര ചെയ്യുക. ദേ എൻജോയിങ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഭക്ഷണമൊക്കെ കുറയ്ക്കുക, നല്ല ഭക്ഷണമൊക്കെ. അവർ കഴിക്കുന്ന സ്നാക്സും ഈ സാൻഡ്വിച്ചസ് ഒക്കെയാണ്. അപ്പൊ അതുപോലെ നമ്മുടെ അപ്പച്ചനാണ് അമ്മച്ചോട്. അപ്പൊ നമ്മൾ പോയി പറഞ്ഞു കൊടുക്കണം, നീ വല്ല കഞ്ഞുകൂടിയൊക്കെ നിർത്ത്. വല്ലപ്പോഴും ഒരു നേരമൊക്കെ കഞ്ഞി കുടിക്കേ, കഞ്ഞിയും വേറൊക്കെ. വൈകുന്നേരം ഇന്ന് കഴിക്കാം. അപ്പൊ എന്ത് പറ്റും? അവര് വെയിറ്റ് കുറയട്ടെ. അപ്പൊ വെയിറ്റ് കുറയുമ്പോ അവർക്ക് നടക്കാൻ തോന്നും. അവർ രാവിലെ നടക്കാനൊക്കെ പോട്ടെ. ഓവർ ആക്ടിങ് വേണ്ട. നമ്മൾ മനുഷ്യർ എന്ത് പറയുന്നു എന്ന് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം അവരെല്ലാം നമുക്ക് ചെലവിന് തരുന്നത്. നിങ്ങൾ ഈ പ്രായത്തിൽ ഇത് എന്ത് കൽപ്പിച്ച? ഒരു കൗൾ വെള്ളം പിടിച്ച് നിന്നാ മതി, അപ്പൊ തീരുന്ന പ്രശ്നം. നിങ്ങൾ കൂളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യും. നിങ്ങളുടെ മനസ്സിന് എന്താണ് സന്തോഷം തരുന്നേ അത് നിങ്ങൾ ചെയ്യുക. അങ്ങനെ ജീവിതം നല്ല സന്തോഷമാക്കുക. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയുക. Oh